നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂറിൽ. ആദ്യം ഹെഡ്ലൈൻസ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 2 മരണം കൂടി. തൃശൂർ പെരിങ്ങൽകുത്തിൽ ഊരുമൂപ്പന്റെ ഭാര്യയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് കർഷകൻ മരിച്ചു. കാട്ടുപോത്തിനെ നാളെ മയക്കുവെടി വയ്ക്കും. ഉത്തരവ് പുറത്തിറക്കി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാളെ ധനസഹായം കൈമാറും. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFIക്കെതിരെ ഗുരുതര ആരോപണവുമായി വൈത്തിരി പഞ്ചായത്ത് അംഗം ജ്യോതിഷ് കുമാർ. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതാണെന്ന് SFI പ്രവർത്തകർ വരുത്തി തീർക്കുകയായിരുന്നു. 2 പേർ ശുചിമുറിയിൽ കയറി വാതിലടച്ച ശേഷം പുറത്തുനിന്നവർ ചവിട്ടി തുറന്നു. മറ്റ് വിദ്യാർത്ഥികളാണ് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതെന്നും ജ്യോതിഷ് കുമാർ 24 എൻകൗണ്ടറിൽ. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീൻ ഡോക്ടർ MK നാരായണന് സസ്പെൻഷൻ. അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെതിരെയും നടപടി. വിശദീകരണം തൃപ്തികരമല്ലെന്ന് വൈസ് ചാൻസലർ. വൈകിയെങ്കിലും സ്വാഗതം ചെയ്യുന്നുവെന്ന് പിതാവ്. ഡീനിനെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് ജയപ്രകാശ്. സെക്രട്ടേറിയറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ 2ാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. മോൺസണുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും 10 ലക്ഷം രൂപ മോൺസണിൽ നിന്ന് സുധാകരൻ കൈപ്പറ്റിയെന്നും കുറ്റപത്രത്തിൽ പരാമർശം. കേസിൽ കോൺഗ്രസ് നേതാവ് എബിൻ എബ്രഹാം 3ാം പ്രതി. കുറ്റപത്രത്തെ സ്വാഗതം ചെയ്ത പരാതിക്കാരൻ MT ഷമീർ. മോൺസൺ കേസിൽ K സുധാകരനെ പ്രതിയാക്കിയത് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സുധാകരനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ആദ്യമുണ്ടായത്. കേസ് നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ്. മോൺസൺ കേസിൽ KPCC അധ്യക്ഷനെ 1ാം പ്രതിയാക്കിയില്ലല്ലോ എന്നതിലാണ് അത്ഭുതമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. വയോധിക കൊല്ലപ്പെട്ട നേര്യമംഗലം കാഞ്ഞിരവേലിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപം എത്തിയത് 16 ആനകൾ. കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. കോതമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച കേസിൽ മാത്യുക്കുഴൽനാടൻ MLAയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും. കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോതമംഗലം മുൻസിഫ് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികളെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. നേര്യമംഗലം കാഞ്ഞിരവേലിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കോതമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹത്തോട് കോൺഗ്രസ് പ്രവർത്തകർ അനാദരവ് കാണിച്ചെന്ന് സഹോദരൻ സുരേഷ്. ബന്ധുക്കളുടെ സമ്മതമില്ലാതെയാണ് മൃതദേഹവുമായി നഗരമധ്യത്തിൽ സമരം നടത്തിയത്. UDF പ്രവർത്തകർ പ്രതിഷേധത്തെ രാഷ്ട്രീയവൽക്കരിച്ചെന്നും സുരേഷ്. കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന പരാതിയില്ലെന്ന് ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണൻ. പ്രതിഷേധമുണ്ടായതുകൊണ്ടാണ് സർക്കാർ ഇടപെട്ടത്. തന്റെയും മകന്റെയും സമ്മതത്തോടെയാണ് മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പ്രതിഷേധത്തിനായി എടുത്തതെന്നും രാമകൃഷ്ണൻ. പ്രതിഷേധിക്കുന്നവരെ സർക്കാർ വേട്ടയാടുന്നുവെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. ജനകീയ വിഷയങ്ങളിലെ പ്രതിഷേധം മറയ്ക്കാനാണ് കോതമംഗലത്തെ നേതാക്കൾക്കെതിരായ പോലീസ് നടപടി. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്നും K സുധാകരൻ. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ നിഷ്ക്രിയമായപ്പോൾ ജനകീയ വിഷയത്തിലാണ് മാത്യുക്കുഴൽനാടൻ MLAയും DCC പ്രസിഡന്റും ഉൾപ്പെട്ടത്. പോലീസിനെ വെച്ച് സമരം ഒതുക്കിക്കളയാമെന്ന് കരുതേണ്ടെന്നും VD സതീശൻ. കേരളത്തിൽ ഭരണകൂട ഭീകരത ഉത്തരേന്ത്യൻ ശൈലിയിലായെന്ന് K മുരളീധരൻ MP. മാത്യുക്കുഴൽനാടന്റെയും എറണാകുളം DCC പ്രസിഡന്റിന്റെയും അറസ്റ്റിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണ്. ഇരുവരും നേരത്തെ നോട്ടപ്പുള്ളികളാണെന്നും K മുരളീധരൻ. മിൽമ ഭരണം പിടിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. ക്ഷീരസംഘം സഹകരണ ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതിയില്ല. സാങ്കേതിക സർവകലാശാല മുൻ VC സിസ തോമസിനെതിരായ സർക്കാർ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഗവർണർ സർക്കാർ തർക്കത്തിൽ ജീവനക്കാരെ ബലിയാടാക്കരുതെന്ന് കോടതി. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കോതമംഗലം രൂപത. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞതല്ലാതെ സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ 24-നോട്. സഭ മുൻകൈയെടുത്ത് പ്രശ്നപരിഹാരത്തിനിറങ്ങും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. നേര്യമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ടുപോയത് ഗുരുതര കുറ്റകൃത്യമെന്ന് മന്ത്രി P രാജീവ്. ഇത്തരം പ്രതിഷേധ രീതി അംഗീകരിക്കാനാകില്ല. സർക്കാർ മുൻഗണന നൽകുന്നത് പ്രശ്നപരിഹാരത്തിന്. സർവകക്ഷി യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കും. എല്ലാം ജനം വിലയിരുത്തട്ടെ എന്നും മന്ത്രി P രാജീവ്.
പാലാ പൂവരണിയിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അകലകുന്നം സ്വദേശി ജെയ്സണും കുടുംബവുമാണ് മരിച്ചത്. ഭാര്യയും 3 മക്കളെയും കൊലപ്പെടുത്തി ജെയ്സൺ ആത്മഹത്യ ചെയ്തതെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ മക്കളെ തീ കൊളുത്തിയ ശേഷം മാതാവ് ജീവനൊടുക്കി. സായുജ്യം വീട്ടിൽ അർച്ചനയാണ് മക്കളായ അനാമിക, ആരവ് എന്നിവരെ തീ കൊളുത്തിയ ശേഷം ജീവനൊടുക്കിയത്. ഗുരുതര പൊള്ളലേറ്റ കുട്ടികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഇസ്രായേലിൻ മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. മരിച്ചത് കൊല്ലം വാടി സ്വദേശി നിബിൻ മാക്സ്വെൽ. 2 മലയാളികൾക്ക് പരുക്ക്. ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയത് വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ. മരണവിവരം ആരും അറിയിച്ചിട്ടില്ലെന്ന് നിബിന്റെ പിതാവ് 24-നോട്. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ്. ശമ്പള വിതരണ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. ഭൂരിപക്ഷം ജീവനക്കാർക്കും ശമ്പളം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. സംസ്ഥാനത്തെ ശമ്പള വിതരണം തടസ്സപ്പെടുത്തുന്നത് സാങ്കേതിക തകരാറിനെ തുടർന്നെന്ന ധനകാര്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സെർവർ തകരാറെന്ന വാദം പ്ലാൻ ബി. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നും പരിഹാസം. സ്കൂളിന് 100% വിജയം ഉറപ്പാക്കാൻ വിദ്യാർത്ഥിയെ +2 പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നില്ലെന്ന് പരാതി. ആരോപണം ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർക്കെതിരെ. മോഡൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെന്ന് കാണിച്ച് ഹാൾ ടിക്കറ്റ് നൽകിയില്ലെന്ന് ആക്ഷേപം. ഫിസിക്സ് പരീക്ഷ എഴുതുന്നില്ലെന്ന് എഴുതി വാങ്ങിയെന്ന് വിദ്യാർത്ഥി 24-നോട്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയ രക്ഷിതാക്കൾ. സുപ്രീം കോടതിയിൽ സർക്കാരിന് തിരിച്ചടി. സാങ്കേതിക സർവകലാശാല മുൻ VC സിസ തോമസിനെതിരായ സർക്കാർ അപ്പീൽ തള്ളി. ഗവർണർ സർക്കാർ തർക്കത്തിൽ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കോടതി. സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും പരസ്യ പ്രതികരണത്തിനില്ലെന്നും സിസ തോമസ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ വേദിയിലിരുത്തി VC നിയമന രീതിയെ വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുൻ VC ഡോക്ടർ MS രാജശ്രീ നിയമം പാലിക്കാത്തതിന്റെ ഇരയെന്ന് പരാമർശം. ഗവർണർ പ്രസംഗിക്കുമ്പോൾ ഡോക്ടർ MS രാജശ്രീ സദസ്സിൽ ഉണ്ടായിരുന്നു. നിയമം കർശനമായി പാലിക്കണമെന്നും ഗവർണർ. തൃശൂരിൽ BJP ജയിച്ചാൽ കേന്ദ്രമന്ത്രിയെ നൽകണോ എന്ന് നേതൃത്വം തീരുമാനിക്കുമെന്ന് സുരേഷ് ഗോപി. മണ്ഡലത്തിൽ ആരോഗ്യകരമായ മത്സരം നടക്കും. ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കുമില്ല. തന്റെ ത്രാണയ്ക്കനുസരിച്ചാണ് ലൂർദ് പള്ളിയിൽ കിരീടം നൽകിയതെന്നും സുരേഷ് ഗോപി. കിരീട വിവാദം വ്യക്തിഹത്യയെന്ന് TN പ്രതാപൻ. തൃശൂരിന് കേന്ദ്രമന്ത്രി എന്ന പ്രചാരണം തട്ടിപ്പെന്ന് TN പ്രതാപൻ MP. 6 വർഷം രാജ്യസഭാ MP ആയിരുന്നിട്ടും സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയില്ല. 1ാം മോദി സർക്കാരിലും 2ാം മോദി സർക്കാരിലും സുരേഷ് ഗോപിയെ വേണമെങ്കിൽ മന്ത്രിയാക്കാമായിരുന്നു. തൃശൂർക്കാരോട് തട്ടിപ്പും മത്തങ്ങയും പറയാൻ വരേണ്ടെന്നും പരിഹാസം. BJP തൃശൂരിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. തൃശൂരിൽ എന്നല്ല കേരളത്തിൽ പോലും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല. സുരേഷ് ഗോപിയല്ല തൃശൂരിൽ ജയിക്കുന്നത് താനായിരിക്കുമെന്നും സുനിൽകുമാർ. ക്രൈസ്തവ സഭകളുടെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിക്കുമെന്ന് പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ K. ആന്റണി. BJP ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പാർട്ടിയല്ല, മികച്ച ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അനിൽ K. ആന്റണി 24-നോട്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തർക്കത്തിൽ PC ജോർജിന് വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. PC ജോർജ് അപ്രസക്തനാണ്. ആർക്കും വേണ്ടാതായതുകൊണ്ടാണ് ജനപക്ഷം BJP ലയിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച PC ജോർജിന്റെ വിമർശനത്തോട് യോജിക്കുന്നില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനം. അനിൽ K. ആന്റണി മികച്ച സ്ഥാനാർത്ഥി. താൻ മത്സരിക്കില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്യുമെന്നും അൽഫോൺസ് കണ്ണന്താനം 24-നോട്. സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ദുർബലരെന്ന് K. മുരളീധരൻ MP. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ മത്സരം UDFും LDFും തമ്മിൽ മാത്രമായി. വടകരയിൽ ഉൾപ്പെടെ BJP CPM വോട്ട് കച്ചവടത്തിന് ധാരണയായെന്ന് K. മുരളീധരൻ. K. മുരളീധരൻ CPIMന്റെ പേരിൽ വോട്ട് കച്ചവടം ആരോപിക്കുന്നത് തോൽവി ഭയന്നിട്ടാണെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. K. മുരളീധരൻ വാ പോയ കോടാലിയായെന്ന് NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ. പത്തനംതിട്ട അടൂരിൽ കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മ കിണറ്റിൽ വീണു. തുവയൂർ സ്വദേശി എലിസബത്താണ് കിണറ്റിൽ വീണത്. ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പണിമുടക്കി. അക്കൗണ്ടുകൾ ലോഗൌട്ട് ആയത് രാത്രി 8:45-ഓടെ. സെർവർ തകരാറെന്ന സൂചന. ഫേസ്ബുക്ക് പ്രശ്നം പരിഹരിച്ചു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. അടുത്ത ചൊവ്വാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. കോടതി പറയുന്നത് പോലെ ചെയ്യുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തർക്കത്തിൽ PC ജോർജിന് വെള്ളാപ്പള്ളിയുടെ മറുപടി. ജോർജ് അപ്രസക്തനെന്ന് പ്രതികരണം.
സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ ഇന്നും പ്രതിസന്ധി. ഇ പോസ് മെഷീൻ തകരാറിലായതോടെ വിതരണം തടസ്സപ്പെട്ടു. മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് റേഷൻ വ്യാപാരികൾ. ശമ്പള പ്രതിസന്ധിയെ തുടർന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നടത്തിയ അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. നടപടി ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ആർച്ച് ബിഷപ്പ് ഹൌസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ ഒരു വിഭാഗം വിശ്വാസികളെ പോലീസ് തടഞ്ഞു. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ്. തിരുവനന്തപുരം ACGM കോടതിയിലാണ് അപേക്ഷ നൽകിയത്. പ്രതി ഹസൻകുട്ടിയെ ഒരാഴ്ചത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാജിവെച്ച കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി അഭിജിത്ത് ഗാംഗുലി BJPയിലേക്ക്. മറ്റന്നാൾ പാർട്ടി അംഗത്വം സ്വീകരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിജിത്ത് ഗാംഗുലി സ്ഥാനാർത്ഥിയായേക്കും. അഴിമതിക്കെതിരെ പോരാടാനും TMCയെ കൂട്ടിലാക്കാനും കഴിയുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് BJP എന്ന് അഭിജിത്ത് ഗാംഗുലി. കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടതിനെതിരായ ഹർജിയിൽ തുടർ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി. പേര് പിൻവലിച്ചുകൊണ്ടുള്ള VCയുടെ ഉത്തരവിറങ്ങിയ സാഹചര്യത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ അടുത്ത 2 ദിവസം താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചു. 4-അംഗ സമിതിയാണ് വൈസ് ചാൻസലർ നിയമിച്ചത്. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചകളാണ് സമിതി അന്വേഷിക്കുക. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, എന്തെല്ലാമാണ് ഈ സമിതിയുടെ അന്വേഷണ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ? അരുണ്യ, ഇതുമായി ബന്ധപ്പെട്ട് 4-അംഗ സമിതിയെയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ PC ശശീന്ദ്രൻ നിയോഗിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഡീൻ ഡോക്ടർ MK നാരായണനോടും അതോടൊപ്പം തന്നെ ഡോക്ടർ അസിസ്റ്റന്റ് വാർഡനോടും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള വിശദീകരണം ആരാഞ്ഞിരുന്നു. ആ വിശദീകരണം ആദ്യഘട്ടത്തിൽ ഇന്നലെ തന്നെ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് അത് 10:30 വരെ സമയം മാറ്റി. ഇന്ന് 10:30-ക്ക് ശേഷം വിശദീകരണം ഇരുവരും നൽകി. ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്യുന്ന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ ഒരു തരത്തിലുള്ള പാളിച്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡീനിന്റെയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡന്റെയും വിശദീകരണം. അസിസ്റ്റന്റ് വാർഡൻ ഇത് സംഭവിക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ള വിശദീകരണമാണ് നൽകിയത്. ഡീൻ വ്യക്തമാക്കുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചെയ്തു, അന്വേഷണവുമായി സഹകരിച്ചു. ഈ കുറ്റക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ പോലീസ് നടപടികൾക്ക് വിധേയമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി, അവരെ സസ്പെൻഡ് ചെയ്തു. അത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല VCയെയും അതോടൊപ്പം രജിസ്ട്രാറേയും സമയബന്ധിതമായി കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള വിശദീകരണമാണ് ഇവർ നൽകിയത്. ഇത് തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര അന്വേഷണത്തിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ് വീഴ്ച സംഭവിച്ചത്, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഉൾപ്പെടെ ഏതൊക്കെ തരത്തിൽ വീഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു 4-അംഗ സമിതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഈ സമിതി ആരൊക്കെ എന്നുള്ളത്, സമിതിയിൽ ഉൾപ്പെട്ട അംഗങ്ങൾ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ അടുത്ത ദിവസം പുറത്തു വരും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും സമിതി നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാകും ഇനി മറ്റ് നടപടിക്രമങ്ങൾ. 3 മാസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുക. അരുണ്യ. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചകൾ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനാണ് ഈ 4-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് ഈ സമിതിയിൽ അംഗങ്ങളാകുക എന്നത് അടുത്ത ദിവസം അറിയാം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4-അംഗ സമിതിയെ VC നിയമിച്ചിരിക്കുകയാണ്. ഡീനിന്റെ ഭാഗത്തുനിന്നും അസിസ്റ്റന്റ് ഡീനിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ചയാണ് ഈ സമിതി പരിശോധിക്കുക. വൈസ് ചാൻസലറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരികെ 100 ന്യൂസിലേക്ക്. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. നിർബന്ധിത സൈനിക സേവനത്തിന് ശേഷം മടങ്ങിവരാനൊരുങ്ങി BTS അംഗം ജിൻ. 2022 ഡിസംബറിലാണ് ജിൻ സൈന്യത്തിൽ ചേർന്നത്. ജൂൺ 10 ജിൻ തിരികെ എത്തുമെന്ന് എക്സിൽ പോസ്റ്റ്.
അഭയകുമാർ കെ സംവിധാനം ചെയ്യുന്ന സീക്രട്ട് ഹോം ഈ മാസം 15-ന് പ്രദർശനത്തിനെത്തും. ശിവദ, ചന്തുനാഥ്, അപർണദാസ്, അനുമോഹൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തും. അജയ് ഡേവിഡ് കാച്ചപ്പിള്ളിയാണ് ഛായാഗ്രഹണം. നടി ജ്യോതിർമയുടെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. സാൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലെത്തിയ ജ്യോതിർമയുടെ ചിത്രം ഏറ്റെടുത്ത ആരാധകർ. മഞ്ഞുമൽ ബോസ് ചിത്രത്തെ പ്രശംസിച്ച് തമിഴ് സംവിധായകരായ വെങ്കട് പ്രഭുവും പാരഞ്ജിത്തും. തമിഴർക്ക് ഭാഷയൊരു പ്രശ്നമല്ല, കലയാണ് പ്രധാനമെന്ന് വെങ്കട് പ്രഭു. വൈറൽ ട്രെൻഡ്സ്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ രംഗങ്ങളുടെ ഹാസ്യാനുകരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. അത്തരത്തിൽ നടൻ ജഗദീഷ് ശ്രീകുമാർ പങ്കുവച്ച മുണ്ടൂർ ബോയ്സ് എന്ന തലക്കെട്ടോടെയുള്ള വീഡിയോയും ശ്രദ്ധ നേടുന്നു. ഫാക്ട് ചെക്ക്. പറ്റ്നയിൽ നടന്ന കോൺഗ്രസിന്റെ ജൻവിശ്വാസ് മഹാറാലിയിൽ പങ്കെടുത്ത ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. 12 ലക്ഷത്തിലധികം ആളുകൾ റാലിയിൽ പങ്കെടുത്തുവെന്നാണ് പ്രചാരണം. 2017 RJD റാലിയുടെ ദൃശ്യങ്ങളാണ് എഡിറ്റ് ചെയ്ത് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. കൊച്ചി മെട്രോ നാളെ മുതൽ തൃപ്പൂണിത്തുറയിലേക്ക്. നാളെ രാവിലെ 10-ന് ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവീസ് ഉദ്ഘാടനം ചെയ്യും. കലാഭവൻ മണിയുടെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും നാളെ നടക്കും. കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ്, പുരോഗമന കലാസാഹിത്യ സംഘം, പട്ടികജാതി ക്ഷേമ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാലക്കുടിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. 2024 കലാഭവൻ മണി പുരസ്കാരം ഗായകൻ കലാഭവൻ പീറ്ററിന് സമ്മാനിക്കും. മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ അനധികൃത പന്നി ഫാമുകൾക്കെതിരെ ജനകീയ സമിതിയുടെ മാർച്ച് നാളെ. അനധികൃത ഫാമുകൾക്കെതിരെ നടപടിയെടുക്കുക, കോടതി വിധി നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാവിലെ 10-ന് പഞ്ചായത്ത് ഓഫീസിലേക്കാണ് മാർച്ച്. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ഡയറക്ടറേറ്റിന് കീഴിലുള്ള 2 കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം നാളെ. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി ജനവിഭാഗങ്ങളുടെ സമഗ്ര ഉന്നമനവും സുസ്ഥിര വികസനവും ലക്ഷ്യമാക്കി വിവരശേഖരണം നടത്തുന്ന പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ നാളെ തുടക്കമാകും. വീടുകളിലെത്തിയാകും വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ പരാമർശത്തിനെതിരെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാഷ്ട്രീയത്തിൽ മാന്യത നിലനിർത്തണമെന്ന വിമർശനം. പ്രധാനമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവന. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൂടിയാലോചന നടത്തി ഇന്ത്യയും ഫ്രാൻസും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയും അവലോകനം ചെയ്തു. ഗുഡ്വിൽ സന്ദർശനത്തിന് ശേഷം ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കൊളംബോ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു. ഫെബ്രുവരി 27 മുതലായിരുന്നു സന്ദർശനം. ഗാലെ, കൊളംബോ എന്നീ തുറമുഖങ്ങളിൽ സൈന്യം വിന്യസിച്ചു. ഹണ്ട് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.